കാർഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവത്തിന് മെയ് 26 തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ വൈവിധ്യമാർന്ന വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് കാർഡ് ചെയർമാൻ ആന്റണി കണ്ടിരിക്കൽ പറഞ്ഞു. വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററാണ് ഇത്തവണ ഗ്രീൻ ഫെസ്റ്റിന് വേദിയാകുന്നത്. കൃഷി ആവേശം, ആനന്ദം, അനായാസം എന്നതാണ് ഇത്തവണത്തെ ഗ്രീൻ ഫെസ്റ്റിന്റെ സന്ദേശം. കൃഷിയുടെ വർത്തമാനകാല സാധ്യതകൾ പുതുതലമുറയെ ബോധ്യപ്പെടുത്തുകയാണ് ഈ സന്ദേശത്തിന്റെ ലക്ഷ്യം. കാർഷിക മേഖലയുടെ പുത്തൻ സാധ്യതകൾ തിരിച്ചറിഞ്ഞാൽ യുവജനങ്ങൾ കൃഷിയിലേക്ക് ആകർഷിക്കപ്പെടും എന്ന യാഥാർത്ഥ്യമാണ് മേളയിലൂടെ ആവിഷ്കരിക്കുന്നത്. വൈവിധ്യമാർന്ന കാർഷിക പ്രദർശനങ്ങളോടൊപ്പം വിവിധ ഏജൻസികളുമായി ചേർന്ന് വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് 7 ദിവസവും അരങ്ങേറുന്നത്. അഗ്രി ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടൂർക്കോയുമായി സഹകരിച്ച് ഉപ്പുകുന്ന് ഹിൽ സ്റ്റേഷനിലേക്കുള്ള ടൂർ പാക്കേജ്, തിരുവനന്തപുരം വാഴ ഗ്രാമത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള 70 തരം വാഴക്കുലകളുടെ പ്രദർശനവും 30 വിഭവങ്ങൾ അടങ്ങിയ വാഴയ്ക്ക ഫുഡ് ഫെസ്റ്റും, വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള 50 ഇനം കാച്ചിലുകളുടെ പ്രദർശനവും ആദിവാസികളുടെ ഫുഡ് ഫെസ്റ്റുമാണ് ഇത്തവണത്തെ പ്രദർശനത്തിന്റെ ആകർഷകമായ ഇനങ്ങൾ. വിശ്വജ്യോതി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ യുവജനങ്ങൾക്കായി 7 ദിവസത്തെ വിൽപ്പന പരിശീലന ശില്പശാലയും ഇതോടൊപ്പം നടക്കും. പിറവം അഗ്രോ പാർക്കുമായി സഹകരിച്ച ചെറുകിട കാർഷിക മൂല്യവർദ്ധിത യന്ത്രങ്ങളുടെ പ്രദർശനം, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിന്റേജ് വാഹനങ്ങളുടെ പ്രദർശനം എന്നിവ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ മനോഹരമായ കലാപരിപാടികളും കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഫുഡ് ഫെസ്റ്റും കുട്ടികൾക്കായുള്ള അമ്യൂസ്മെന്റ് പാർക്കും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനും ഗ്രീൻ ഫെസ്റ്റ് സ്വാഗത സംഘം ചെയർമാനുമായ കെ ദീപക് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കാർഡ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ സ്വാഗതം പറയും. ഗ്രീൻ ഫെസ്റ്റ് 2025 ഉദ്ഘാടനം തൊടുപുഴ MLA PJ ജോസഫ് നിർവഹിക്കും. കഴിഞ്ഞ 25 വർഷങ്ങളായി നമ്മൾ ഇത്തരത്തിൽ ഒരു ഗ്രീൻ ഫെസ്റ്റ് നടത്തി വരുന്നുണ്ട്. വളരെ ലളിതമായ രീതിയിൽ തുടങ്ങി വിപുലമായ രീതിയിൽ അത് കൊണ്ടുവന്ന് അതിനുശേഷം നമ്മുടെ കോവിഡിന് ശേഷം അല്പം ഒന്ന് മന്ദീഭവിച്ചെങ്കിലും ഈ വർഷം ഏറ്റവും നല്ല രീതിയിൽ തന്നെ വ്യത്യസ്തമായ വിവിധ പരിപാടികളോടെയാണ് ഗ്രീൻ ഫെസ്റ്റ് ആരംഭിക്കുന്നത്. 26-ാം തീയതി വൈകിട്ട് 4 മണിക്ക് സ്മിത ഹോസ്പിറ്റലിന് സമീപത്ത് നിന്ന് ലഹരി വിരുദ്ധ യാത്രയുമായിട്ടാണ് നമ്മൾ ഇത്തവണത്തെ ഗ്രീൻ ഫെസ്റ്റ് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് NCC കേഡറ്റ്സിൻ്റെയും വാഴക്കുളം എഞ്ചിനീയറിംഗ് MBA വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര നമ്മുടെ വെങ്ങല്ലൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിലേക്ക് പോകുന്നത്. അവിടെ എത്തിയതിനു ശേഷം ഉദ്ഘാടന യോഗത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത്തവണത്തെ നമ്മുടെ ഗ്രീൻ ഫെസ്റ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം കൃഷി ആവേശം, ആനന്ദം, അനായാസം എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഇത്തവണ ഉയർത്തുന്നത്. അപ്പോൾ കൃഷിയെ സംബന്ധിച്ച് പൊതുവെ മുൻകാലങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ കൃഷിക്കെതിരെ ഒരു നെഗറ്റീവായിട്ടുള്ള മെസ്സേജ് പുതിയ തലമുറയ്ക്ക് കൊടുത്ത് ഇപ്പോൾ പുതിയ തലമുറയിൽ ആരും അതിലേക്ക് കടക്കാനുള്ളൊരു താല്പര്യം കാണിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി. ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരും പുറത്തേക്ക് പോകുന്നു. നാട്ടിലുള്ളവരാണെങ്കിലും അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത് വലിയൊരു അപകടം മുൻകൂട്ടി കാണുകയാണ്. അതുകൊണ്ട് തന്നെ കൃഷിയുടെ വർത്തമാനകാല സാധ്യതകൾ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇത്തവണ നമ്മുടെ മേളയ്ക്കുള്ളത്. അതിന് മുന്നോടിയായിട്ട് ആദ്യം നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, യുവതലമുറയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധം സ്ഥാപിക്കുകയും ആ തലമുറയെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതിനെ ഉൾപ്പെടുത്തുക എന്നുള്ളതിൻ്റെ മുന്നോടിയായി വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും നമ്മളുമായി ഒരു ടൈപ്പ്, കാർഡ്സുമായി ടൈപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് MBA വിഭാഗം, നമുക്കൊരു MBA പാസ്സാകുന്ന കുട്ടികൾ അവർ തൊഴിൽ തേടുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. കൃഷിയിലായാലും തൊഴിൽ തേടുന്നില്ല, അവർ മറ്റ് മേഖലകളിലേക്കാണ് തൊഴിൽ തേടുന്നത്. ആ തൊഴിൽ തേടുന്ന ഒരു സാഹചര്യം കൃഷിയിലേക്ക് ആകർഷിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടികൾ പൂർണ്ണമായും നമ്മുടെ ഈ മേളയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷി എന്ന് പറഞ്ഞാൽ വളരെ പച്ചക്കറി കൃഷിയോ അതല്ലെങ്കിൽ മറ്റ് കൃഷികളോ അല്ല, അതിനപ്പുറം എന്ത് ചെയ്താലും കൃഷിയാണ്. ഇപ്പോൾ തൊടുപുഴയിൽ നമുക്കറിയാം ടൂർക്കോ എന്ന് പറയുന്ന ശ്രീ സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതി പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഉപ്പുകുന്ന് ഹിൽ ടൂറിസം എന്ന് പറയുന്ന ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാർഡ്സുമായിട്ട് യോജിക്കുകയാണ്. വാർത്താ സമ്മേളനം കാർഡ്സ് ചെയർമാൻ KG ആന്റണി, കാർഡ്സ് ഡയറക്ടർ ജേക്കബ് മാത്യു, ടൂർക്കോ പ്രസിഡന്റ് സുരേഷ് ബാബു, ഡയറക്ടർമാരായ ജിസ് ജോസഫ്, VP ജോർജ്, VP സുകുമാരൻ, KM ജോസ്,
കാർഡ്സ് ട്രഷറർ സജി മാത്യു, സിബിൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു.